ഹൗസ് ബോട്ടിൽ വെച്ച് കലേശന് സംഭവിച്ച അപമാനം ആഘോഷമാക്കി തരകൻ. എടി അവിടെ ഇന്നെന്തോ പെണ്ണുവിഷയൊക്കെ ആയിരുന്നു. സച്ചു മാതൃങ്കിൽ പെണ്ണായിട്ട് എന്തോ ഒരു ഏർപ്പാട്. വീട്ടുകാരുടെ ഭീഷണിക്ക് വഴങ്ങിയില്ല എങ്കിലും അക്കാമച്ചിക്ക് മുന്നിൽ അന്ന നിശബ്ദയായി. സച്ചിയുടെ പെണ്ണ് മണുക്കുട്ടിയാണ് എന്ന് വീട്ടുകാരുടെ ആഗ്രഹം വെളിപ്പെടുത്തുന്ന കലേശൻ. നീ വേറെ കൊച്ചിനും മനസ്സിൽ കൊണ്ടുവരുന്നപ്പോ ഈ കൊച്ചിനോട് നീ കാണിച്ചത് പാതകമല്ലട. നിങ്ങൾ മോഡം പിള്ളേരെ പോലെ മുഖത്ത് ചങ്കുറ്റത്തോടെ ഐ ലവ് യു എന്നൊന്നും പറയാൻ നമുക്കറിയില്ല. നിനക്കറിയാത്ത കുറെ കാര്യമുണ്ട് ആ കുട്ടിയെ കുറിച്ച്, അത് നീ കേൾക്കണം. ഒരാഴ്ച റെസ്റ്റ് എടുക്കുക, കുറച്ച് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാം. വൈകിട്ട് വീട്ടിൽ പോകും. ഒരാഴ്ച കഴിഞ്ഞ് പണിക്ക് പോയാൽ മതി. ശരി. അവൻ എന്തു പറഞ്ഞു? ഞാൻ പറയാനുള്ളതെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ട്, ദോഷവും ഗുണവും എല്ലാം. ഒന്നും ആലോചിക്കാണ്ട് ചെയ്യുന്നവനല്ലല്ലോ അവൻ. ആ, അവനെല്ലാം ആലോചിച്ച് തീരുമാനിച്ചെന്ന് എന്ത് ചെയ്യും? പറ, നമ്മുടെ ഇറുക്കന്റെ വില എല്ലാരും ഒന്ന് അറിയട്ടെ. നീ എന്തോന്ന് വിജയമീ പറയുന്നേ? നീ അവന്റെ പക്ഷത്ത് നിന്ന് പറയാ? ഓ യോ, ഞാൻ ആരെയും പക്ഷമൊന്നും പറഞ്ഞതല്ല, ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞതാ. ആ പെങ്കൊച്ച് വാത പോലെ അവന്റെ കൂടെ കൂടിയെന്നാ ഞാൻ അറിഞ്ഞത്. ഒഴിപ്പിച്ച് വിടണമെങ്കിലേ വേറെ വഴിയുണ്ട്. അയ്യോ കൊച്ചെ, നീ പോവാന്നോ? അയ്യോ കഷ്ടം, ഇതിനോടിനി ഞാൻ എന്ത് പറയാനാ? ഈ കൊച്ചിനെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ നസ്രാണി കുടുംബത്തിൽ കയറിച്ച നമ്മുടെ ചെറുക്കനെ ഞാൻ സമ്മതിക്കില്ല. അത് നീ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം. എന്നിട്ട് സച്ചി മണിക്കുട്ടിയായിട്ടുള്ള നിശ്ചയം നടത്തി മോതിരോട്ട് ഉറപ്പിക്കണം. ഈ നാണക്കേടിന് അതേ ഉള്ളൊരു മാർഗം. നീ എന്നെ ഒന്ന് കിടത്തി. കിടക്ക്. ചാലി എന്താലോചിച്ചിട്ട് ഈ പറയുന്നേ? അവള് കാരണം ഈ കുടുംബം മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലല്ലേ കാര്യങ്ങൾ പോകുന്നേ? ജോസ്മോന്റെ റീബേഡിങ് കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ ഓടിപ്പിടിച്ചിങ്ങോട്ട് വന്നേ? എന്നിട്ട് ചെന്നെത്തി നിൽക്കുന്നത് എവിടാ? അമ്മാമ്മച്ചിയുടെ അടുത്തും എന്റെ അടുത്ത് അവള് പറഞ്ഞല്ലോ മുന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തിക്കൊള്ളാന്ന്. ചീറ്റ് ചെയ്തില്ല എന്നെ അവള്. ഏതെങ്കിലും ഹോട്ടലിൽ വെച്ചൊരു കോംപ്രമൈസ് ടോക്ക് അതല്ലേ നമ്മൾ പ്ലാൻ ചെയ്തേ? അതെല്ലാം തട്ടിമാറ്റി അവള് കൊണ്ടുപോയിരിക്കുന്നു അവളുടെ മറ്റവന്റെ കോള് ഷാപ്പിലെ. നമ്മൾ നാണം കെട്ടത് പോട്ടെ, റീബയോ അവളുടെ അമ്മാവൻ അവസാനം പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ. പോട്ടെ, എല്ലാവരും പോട്ടെ, എല്ലാവരും അവരവരുടെ വഴിക്ക് പോട്ടെ. തെരേസമ്മേ, നിങ്ങളൊന്ന് സമാധാനിക്ക്, എല്ലാം ശരിയാകും. അവര് നമ്മളെ ശരിക്കും ചീറ്റ് ചെയ്തു. ഇനിയിപ്പോ ഈ നടന്ന കാര്യം അധികം ആരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കണ്ട. നാട്ടുകാരും മറ്റുമൊക്കെ അറിഞ്ഞ അതിന്റെ നാണക്കേട് ആർക്കാ പൊളച്ച? നമുക്കാ. അവള് നാണം കെടുത്തിയല്ലോ, അല്ലെങ്കിൽ അവന്റെ ആൾക്കാർ പബ്ലിസിറ്റി കൊടുത്തോളും. അവൻ വലിയ സോഷ്യൽ മീഡിയ താരാന്നല്ലേ പറഞ്ഞു. നമ്മളെ നശിപ്പിക്കാനായിട്ട് അവനും അവളും കൂടെ ഇറങ്ങിയേക്കുമല്ലേ? വെറുതെ അവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറച്ചൊക്കെ തെരേസയുടെ ഭാഗത്ത് തെറ്റുണ്ട്. എന്തു പറ്റ്? പറ, എന്തു പറ്റാ? അവളെ ഇത്ര സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തിയതാണോ തെറ്റ്? ആണോ? പക്ഷേ കുറച്ചും കൂടെ ഒക്കെ നോക്കിയും കണ്ടൊക്കെ വളർത്തണായിരുന്നു. വെറുതെ അതും പറയരുത്. അവളെ ബിസിനസ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ആത്മഹത്യ ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങി നിങ്ങളാണല്ലോ എന്റെ ജീവിതത്തിലേക്ക് വന്ന് കേറിയത്. അവിടെ നിങ്ങോട്ട് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ തെരേസ എന്ന പെണ്ണ് തന്നെയാ. നിങ്ങളിപ്പോ ജീവിച്ചിരിക്കുന്ന പോലും ഈ കാലം അത്രയും അല്പം പോലും റെസ്റ്റ് ഇല്ലാണ്ട് ഞാൻ ഓടിയോണ്ടാ. എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളേ? എന്ത് തെറ്റാ ഉള്ളേ? പണം മാത്രമല്ലോ തെരേസ ജീവിതം. പണം തന്നെയാ ജീവിതം. അങ്ങനെയാ ഞാൻ പഠിച്ചേ. ജീവിതം എന്നെ പഠിപ്പിച്ചേ. നേരെ ലിവർ സിറോസിസ് ഒന്ന് ആശുപത്രി കിടന്നപ്പേ എണ്ണി കൊടുത്തത് സ്നേഹമല്ല, പണമാ, പണം. മക്കളെ പഠിപ്പിച്ച് വലുതാക്കാനായിട്ട് ഓരോ സ്ഥലത്തും എണ്ണി എണ്ണി കൊടുത്തതേ പണമാ, സ്നേഹമല്ല. നിങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് തമ്മി തല്ലാൻ നിൽക്കണ്ട. എല്ലാം ശരിയാകും.
ഇനി നിങ്ങൾ ആരും മിണ്ടണ്ട. വെറും ഒരു 5 മിനിറ്റ്. അതെ തെരേസമ്മേ, അവൾ ഇനി പുറത്തോട്ടൊന്നും പോകാൻ സമ്മതിക്കണ്ട. ഒക്കുമെങ്കിൽ നിങ്ങൾ പോകുമ്പോ കൂടെ എങ്ങും കൊണ്ടുപോകണം. ക്ലാസ്സിന് പോകേണ്ടതങ്ങ് തീരുമാനിക്കണം. അവളുടെ തോന്നിയാവസ്ഥനല്ലേ ഫാഷൻ പഠിക്കാൻ പോയത്. അന്നേ ഞാൻ പറഞ്ഞതാ. അന്ന് സപ്പോർട്ട് ഇങ്ങേർക്കായിരുന്നു. ചാലി പറഞ്ഞ പോലെ ദുബായ് കൊണ്ട് പഠിപ്പിക്കേണ്ടതായിരുന്നു. ഇനി ഫാഷൻ പഠിച്ചേ മതിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ അവളോട് UK നല്ലതെന്ന്. അപ്പൊ കേട്ടില്ല. അപ്പോൾ അവൾക്ക് ഇവിടെ കിടന്ന് നിരങ്ങണം. ഇനിയേ നിരങ്ങാൻ സമ്മതിക്കണ്ട, കൊണ്ടുപോകണം. അതൊക്കെ പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? ഇത് നടക്കാതെ വിസ എടുക്കാൻ എത്ര നേരം വേണം? അത് ഞാൻ മാനേജ് ചെയ്തോളാം. 2 ദിവസത്തിനുള്ളിൽ പോവാനുള്ള വഴി നോക്കാം. നല്ല ചാലി, കൊച്ചിനെ എങ്ങനെ പിടിച്ചു കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. അവളുടെ പപ്പ വിചാരിച്ചാൽ നടക്കും. നിങ്ങൾ അങ്ങ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ അമ്മാമ്മച്ചിയുടെ സപ്പോർട്ടും ഉണ്ടല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ് അവളുടെ കയ്യിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കുക. അവള് വന്നോളും. മാത്രമല്ല നമ്മുടെ ബോബിയെ, അവൻ ദുബായിൽ ഒരു ഫാഷൻ ഷോ കണ്ടക്ട് ചെയ്യുന്ന കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെരേസമ്മ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്തോ പറഞ്ഞായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അന്നമോള് ദുബായിൽ എത്തുമ്പോഴേക്കും ബോബിയും അവിടെ എത്തും. ബാക്കി ചർച്ചകൾ നമുക്ക് അവിടെ വെച്ച് നടത്താം. എന്താ ഓ, ഇങ്ങോട്ടൊന്ന് വന്നേ. സച്ചിയുടെ അച്ഛൻ എങ്ങനെയുണ്ട്? വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നീ വിഷമിക്കാതെ. നിന്നെ അവരവരോട് ഉപദ്രവിച്ചോ? ഉപദ്രവം എന്നൊന്നുമില്ല, തുടങ്ങിയതല്ലോ. ഇതൊക്കെ എനിക്ക് ശീലമാണ്. പക്ഷെ ഞാൻ കാരണം സച്ചിയുടെ അച്ഛൻ. എടി നീ വിഷമിക്കാതെ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളത് നിനക്കും അറിയാം, എനിക്കും അറിയാം. നീ തന്നൊരു ധൈര്യം എനിക്കുണ്ട്. എന്തോ എന്നാലും നമ്മൾ തീരുമാനിച്ചതേ നടക്കും. സച്ചി പപ്പയും അമ്മയും എന്നെ ദുബായിക്ക് കൊണ്ടുപോകാനാ പ്ലാൻ. ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു എന്നാ അമ്മാമ്മച്ചി പറഞ്ഞേ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല. ആരോടാടി ഓരോടാ സംസാരിക്കുന്നതിന്? ഹലോ ഹലോ, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ദുബായിക്ക് പോവാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. കാണിക്കുന്നേ? ഇവള് പുറലോം കാണരുത്. ഇവിടുന്ന് പുറത്തിറങ്ങരുത്. ഇവളെ ഡോർ പൂട്ട, പച്ച വെള്ളം കൊടുത്തേക്കരുത്. എന്താ കാണിക്കുന്നേ? അവൾ ഒരു കടുകയും കാണിക്കുകയല്ല. ഇത്ര നാൾ അങ്ങ് കൈ അഴിച്ച് വിട്ടതിന്റെ കുഴപ്പാ. ഇനി ഞാൻ തീരുമാനിക്കാം അവളുടെ കാര്യം. ആവശ്യമില്ലാത്ത സെന്റിമെന്റ്സ് കൊണ്ട് വന്നേക്കല്ലേ. അവൾ എന്റെ കുഞ്ഞാ. അതെങ്ങനെ നിങ്ങളുടെ മാത്രം കുഞ്ഞാ വന്നേ? അവളെ പ്രസവിച്ച് ഞാനാണെങ്കിൽ അതിന്റെ റൈറ്റ്സ് എനിക്കാ. ഇനി അവളുടെ ഫ്യൂച്ചറും എല്ലാം ഞാനാ തീരുമാനിക്കുന്നത്. ഞാൻ മാത്രമാ തീരുമാനിക്കണേ. എന്താണ് പ്രശ്നം? കാര്യം പറഞ്ഞിട്ട് പോവാന്ന്. എന്താ പ്രശ്നം? പ്രശ്നമുണ്ടോ? നീ വാ. എന്താന്ന് കാര്യം പറഞ്ഞേ? പറയാം. പറഞ്ഞാ മതി. പപ്പ, പപ്പ പ്ലീസ്, പപ്പ ഒന്ന് തുറക്കു പപ്പ, പ്ലീസ്. ഒന്ന് മമ്മിയോട് തുറക്കാൻ പറ പപ്പ, പ്ലീസ്. ഇവിടുന്ന് എങ്ങോട്ടാ? ഇവിടുന്ന് കിഴക്കോട്ടാണോ? എങ്ങോട്ടാ നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ പ്രേമിക്കാൻ അറിയാല്ല. ഇതാ വീട്. തുറക്കടാ. ആരെ കാണാനാ?
അതിനെങ്കിലും എല്ലാവരെയും കാണാനാ. പാഴ്സലിനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പാർസലൊന്നും അല്ലാട്ടാ, പിന്നെ ഇവിടെ തേങ്ങ ഇടാൻ വേണ്ടി വന്ന. തേങ്ങ വിട്ടുകാരെ ഇന്നലെ വന്നല്ലോ. ഇവിടെ മാറും. മാറോ പറ്റത്തില്ല, മാറ്. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. നിങ്ങൾ പോയേ. തുറക്കാൻ. എടാ ആ നമുക്കേ മതില് കടിയല്ല. എടാ അത് പ്രശ്നമാവൂടാ. എടാ നീ ആ വണ്ടിയെ കൊണ്ടുവന്ന് വെച്ചേ. ആ കടലിനടുത്തൂടെ വഴിയുണ്ട്. ആ ആ എടാ ഒന്ന് വേഗം പാടാ. പശുവല്ലേ ഇടി. കേറി ചെല്ലടാ. അന്ന ആരാ ഇത്? അന്ന ഇത് ലവന്മാരല്ലയോ? അത് പിന്നെ എന്ത് ധൈര്യത്തിലാ ഇവിടെ കയറി വന്നേ? ഈ വീട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഈ കൺട്രി ബോയ്സ് അനുവാദമില്ലാതെ വീട്ടിൽ കയറി വന്നിരിക്കുന്നു, അതും പിൻവാതിലിലൂടെ. ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി വിളിച്ചായിരുന്നു. 1-2 പേര് ഗേറ്റിൽ വന്ന് ബഹളം കൂട്ടുന്നുണ്ടെന്ന്. മനുഷ്യനായിട്ട് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ. മമ്മി വാടാ. അതെ, ഒന്ന് പുറത്തോട്ട് ഇറങ്ങി വാ. ചോദിക്ക് പോയിട്ടാ എന്തിനാ വന്നേക്കുന്നേന്നാ ചോദിക്കേ. ഞാൻ ചോദിക്കാം. മിസ്റ്റർ സച്ചീന്ദ്രൻ. സച്ചീന്ദ്രനല്ല, സച്ചിദാനന്ദ കലേശൻ. ആ, മിസ്റ്റർ സച്ചിദാനന്ദൻ കലേശൻ. എന്ത് വേണം? എനിക്ക് അന്നെ കാണണം. ആ, അത് പിന്നെ അവർക്ക് അന്നേ കാണണം. എന്തിനു കാണണമെന്ന് ചോദിക്കേ. ആ, എന്തിന് കാണണമെന്ന് അവര് ചോദിച്ചു. നിങ്ങളാരാ? നിങ്ങൾ ആരാ അന്നയുടെ? എന്നെ അന്ന് ഹൗസ് ബോട്ടിൽ വെച്ച് കണ്ടില്ലേ? ആ കണ്ടു. നിങ്ങൾ അന്നമോളുമായിട്ട് വഴിവിട്ട സൗഹൃദത്തിലാണെന്നും കണ്ടു. സൗഹൃദമല്ല, ഞങ്ങൾ പ്രണയത്തിലാ. അതെങ്ങനെയാ വഴിവിട്ട ബന്ധമാവുന്നതെന്നൊന്ന് ചോദിക്കും. ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. അവര് പ്രണയത്തിലാ. അതെങ്ങനെയാ വഴിവിട്ട ബന്ധമാകുന്നതെന്ന് ഇവന്മാര് പ്രശ്നമുണ്ടാക്കാൻ വന്നിരിക്കുക. ഞാനേ 2 പൂശി വിടട്ടെ ഈ തെന്നികളെ. ഇത് വെല്ലുവിളിയാ പൊളച്ച, വെല്ലുവിളി. പൊളച്ചാ ചെല്ലങ്ങോട്ട് എന്ന് പറഞ്ഞു വിട്. തറവാട്ടുമുറ്റത്ത് വന്ന് ഷോ കാണിക്കുന്ന എന്തിനാന്ന് ചോദിക്കേ. പൊളച്ച, അവര് ചോദിച്ചത് കേട്ടില്ലേ? അതിരിങ്കൽ തറവാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട ആണുങ്ങൾ വല്ലവരുമുണ്ടോ എന്നല്ലേ അതിന്റെ അർത്ഥം? അതെ, ഒരുപാട് ഡിസ്കഷൻ ഒന്നും വേണ്ട. വലുതും പറയാണ്ട ഇവിടെ വന്ന് പറ. ഇല്ല ഞങ്ങൾക്ക് അകത്തോട്ട് കയറി വരാം. അപ്പൂട്ടി ചെല്ലങ്ങോട്ട് ചെന്ന് ചോദിക്കുക. അങ്ങോട്ട് അന്നമോളെ കാണാനാണെങ്കിൽ നടക്കത്തില്ല. അയ്യോ നടക്കത്തില്ലേ? അതെന്താ നടക്കാത്തെ? രാവിലെ വരെ നടക്കുവായിരുന്നല്ലേ. അപ്പൂട്ടി അന്നെ നിങ്ങളോട് പൂട്ടിയിട്ടിരിക്കുക അല്ലേ? അതെ, പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം? കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. നിനക്ക് എന്താ വേണ്ടത്? നിന്റെ വരവുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് ഇവിടെ നടക്കൂല. പിന്നെ ഒന്ന് ചുമ്മാ ഇരു സാറേ. പോളച്ചൻ സാറിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലാന്ന് എനിക്കറിയാം. അന്നയുടെ മമ്മയാണ് അവസാനം വാക്കെന്നും അറിയാം. അതുകൊണ്ടേ ഞാൻ അവരോട് സംസാരിച്ചോളാം. കറക്റ്റ്. ഇത് മുമ്പേ ആകാമായിരുന്നു. ഇയാൾ എന്തുവാടും? ഇയാൾ ഈ കുടുംബത്തിൽ അധികപ്പറ്റാണല്ലോ. വെള്ളം ഇട്ടോണ്ട്. ന്യൂ ജനറേഷനാ.
അതിന്റെയാ. അതെ, ഞങ്ങൾ മയിലാടൻ തുരുത്താറ് അല്പം ന്യൂജന്ന കേട്ടോ. വെള്ളയും വെള്ളയും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടാണോടാ നിന്റെ ഈ വരവ്? പ്ലാനിങ്ങും കണക്കൂട്ടലും ഒരുപാട് ഉള്ളവനെ ഞാൻ. അത് അന്നയ്ക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ വന്നതേ ഒരു പ്ലാനിങ്ങും ഇല്ലാതാ. നിനക്കും നിന്റെ അപ്പനും നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നല്ലോ. ഹൗസ് ബോട്ടിൽ ഒരു ഗെറ്റ് ടുഗദർ, കള്ളും കറിയും തന്ന അതിരങ്കക്കാർ ആ രുചിയിലങ്ങ് വീണു പോകുന്നാണോടാ നീ നിന്റെ താന്തയും കരുതിയത്? ഞാൻ ഒച്ച വെക്കാൻ വന്നല്ല മമ്മി. മമ്മിയാ? ആരാ നിന്റെ മമ്മി? ആരെയാടാ? പ്ലീസ്, ഞാൻ വന്നത് അവളോട് സംസാരിക്കാനാ, നിങ്ങളുടെ മുന്നിൽ ബഹളം വെക്കാനല്ല. എടാ, നിന്നെപ്പോലെ ഒരുത്തൻ എന്ത് കണ്ടിട്ടാടാ എന്റെ തറവാട്ടി കുടുംബക്കാരനാവാൻ നോക്കുന്നേ? ഏത് യോഗ്യതയാടാ നിനക്കുള്ളേ? നിങ്ങൾ മകൾക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്ന 3-4 യോഗ്യതകളുണ്ടല്ലോ, അതെല്ലാം അവൾ പറഞ്ഞു. ആ യോഗ്യതകൾ ഇല്ലാത്ത ആളാ ഈ ഞാൻ. പക്ഷെ ആ യോഗ്യതകൾക്ക് അപ്പുറത്തെ എനിക്ക് യോഗ്യതയുണ്ടെന്ന് അന്നെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവളുടെ മുന്നിൽ യോഗ്യതയുള്ള ഒരു മമ്മിയായിരിക്കണം. ഇങ്ങോട്ട് വാടാ, പുറത്തു വാടാ, പുറത്തു പോകാതെ. അതെ, അവന്റെ ശരീരത്തെ അങ്ങനെ കൈവച്ചോണ്ടല്ലോ ചോഫിട്ടിക്കൂട്ടി കടലിൽ താഴ്ത്തി ഞാൻ. ചേറിലും ചെളിയിലും വളർന്നവരാ ഞാനും സച്ചി. അതുകൊണ്ട് തന്നെ ചങ്കൂറ്റോളാണ് ഞങ്ങൾ ഇവിടെ വന്ന് കയറി. ആരാടോ? മോനെ, നീയൊന്ന് സമാധാനപ്പെട്. ഏത് പ്രശ്നവും നമുക്ക് സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യാം. നീയും നിന്റെ ഈ മേടവും കൂടെ നിന്ന് ഇവന്റെ അപ്പന്റെ പുറത്ത് കൈവച്ചപ്പോ ഞാൻ ഓങ്ങി വെച്ചതാ. നിന്റെ ഒരു വെള്ളയും വെള്ളയും. എടാ, എന്തു വാടാ നീ പറയുന്നത്? നിന്റെ തന്റെ തല്ലിയ കാര്യം ചോദിച്ചോണ്ടിരിക്കുന്നത്. എന്ത് പോവാന്ന്? ചാലി, ആ ജേസനെ വിളി, ഡ്യൂട്ടിയിലുണ്ടോന്ന് ചോദിക്കേ. എടാ, പോലീസിനെ വിളിക്കാൻ പോന്ന്. അതെ, പോലീസിനെ പട്ടാളത്തെ വിളിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങനെ കോടതി നിയമമായിട്ട് പോകാനാണെങ്കിലേ ഇതിവിടെ കൊണ്ടൊന്നും തീരൂല. നാട് കടന്നങ്ങ് ദുബായിൽ ഫ്ലൈറ്റ് പിടിച്ച് പോകാനാണെങ്കിലേ ഞാൻ വിചാരിച്ചാ മതി, സാറൊക്കെ ഇവിടെ പെട്ടുപോകും. കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ കയറിറങ്ങി ഒരുപാടങ്ങ് സമയം പോകും. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ളവരല്ലേ, ബിസിനസ് മാഗ്നറ്റ്സ്. ഞങ്ങളൊക്കെ കൂലിക്കാര്. ഞങ്ങൾ ഏത് നിലവാരത്തിൽ നിൽക്കും. അതുകൊണ്ടേ മേഡം ഒരുപാടങ്ങ് വഷളാക്കണ്ട. അന്നെ അവളുടെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്ന് ഒരാളും വിചാരിക്കണ്ട. നീ പോടാ ചെറുക്ക. നീ പുറലോകം കാണാണ്ടിരിക്കാനുള്ള വഴിയൊക്കെ നോക്കാൻ എനിക്കറിയാം. അറിയപ്പെടാ. അതെ, നിങ്ങൾ അതിരങ്കൽക്കാരുടെ സ്വത്തും സമ്പത്തും കണ്ടിട്ടല്ല ഞാൻ അന്നയോടെ കൂടിയത്. അവൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിലേ ആ ഇഷ്ടം ഉള്ളിടത്തോളം കാലം, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കും. അവളും അത് പറയാനാ ഞാൻ വന്നത്. അതെ, പിന്നൊരു കാര്യം, അന്നൊരു പാവം നിങ്ങളവളുടെ മമ്മിയാണെങ്കിലും ഈ കാലം അത്രേ അവളുടെ മനസ്സെന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയൊരു മമ്മി. അവൾക്ക് വേണ്ടിയേ ജീവിക്കാൻ നോക്ക് കുറച്ചു കാലെങ്കിലും. വാടാ. പിന്നെ പോലീസിനെ പട്ടാളത്തിന് ഇറക്കി ഞങ്ങളെ ഉണ്ടാക്കാന്ന് വിചാരിക്കല്ലേ? ഞങ്ങളെ മയിലാടും തുരുത്തുകാരാ, കോളനിക്കാര്. നീയൊക്കെ എന്ത് നടത്തിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന അറിയാടാ? നിനക്കൊക്കെ മനുഷ്യക്കിടന്നല്ലടാ, കരിങ്കലുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ശവക്കൊട്ടാരം. വെള്ളം ഇട്ട നാറി. എടാ, നീ ഗൾഫിൽ ഇവിടുന്ന് പാവം പിടിച്ച പെമ്പിള്ളാരെ പഠിപ്പിക്കാൻ തുടങ്ങി ലണ്ടനിൽ കയറ്റി വിട്ട് നീ മനുഷ്യക്കടത്ത് നടന്നിലാണ് ജീവിക്കുന്നത്. എടാ, നിന്റെയൊക്കെ കുടുംബത്തിൽ എങ്ങനെയാ ഈ പെങ്കൊച്ചു വന്ന് ജനിച്ചത്? നീ ഫോണെടുത്ത് ആരാടാ വിളിക്കുന്നത്? പോലീസിനാണോ പട്ടാളത്തിനെയാ? നീ കലേശമാവന്റെ പുറത്ത് കൈവച്ചപ്പോ നിന്നെ നോക്കി വെച്ച നീ ആരാടാ വിളിക്കുന്നേ? എടാ, നീ കുറെ നേരമായിട്ട് ഫോൺ ചെവി വെച്ചേക്കണോടാ. എടാ നോക്കിക്കോ, നിന്നെ ഞാൻ ഓങ്ങി നോക്കിക്കോ. ആ പെണ്ണ് ഭയങ്കര കോടീശ്വരിയാ. ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ബിസിനസ്സാ. തല്ല് കിട്ടിയാലെന്താ, കലേശന്റെയും മോന്റെയും സമയം മാറി. ഇനി പെങ്കൊച്ചിനെ കാണണമെങ്കിൽ വള്ളവും ബോട്ടും കയറി വരണം. ഈ അതിരിങ്കൽ കുടുംബക്കാരെന്ന് പറഞ്ഞ ആരാ? മയിലാടുത്തുരുത്തിലേക്ക് ഒരു പാലം അവര് വിചാരിച്ച സ്വന്തം കാശിലങ്ങ് കെട്ടും. അല്ലേ തറകൻ സാറേ? കിട്ടും കാണാം.
രണ്ടും കൂടെ കെട്ടു ഈ നാട്ടിൽ നിന്ന് അപ്പനും മോനും. ഞങ്ങൾ അതിരിങ്കൽക്കാർ അത്ര മോശക്കാരെന്ന വിചാരം. അതിരിങ്ക കുടുംബക്കാരും തരകസാരോട്ട് എന്താ ബന്ധം? ആ അതിരിങ്കിലും കോർട്ടിക്കാരും തമ്മിലുള്ള ബന്ധം തന്നെ പണ്ടത്തെ ചരിത്രം ഒന്ന് പരിശോധിച്ചാ മതി. അത് ശരി. എടാ വന്നല്ലോ. ഓക്കെ. നിന്റെ തന്തയെ പഞ്ഞിക്കിട്ടിപ്പ നീ നോക്കി നിന്നല്ലടാ. എന്തിനടാ തന്തേനെ വെറുതെ തല്ലു കൊളിപ്പിച്ചേ? തല്ലും തിരിച്ചല്ലോ ഒക്കെ മയിലാടിക്കാർക്ക് പുതിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് വന്നു കയറിയ വരുത്തന്മാരൊക്കെ വലിയ വർത്താനൊന്നും പറയണ്ട. അത് പറയൂടാ. ഈ അതിരിങ്കൽ കുടുംബായിട്ടേ ഞങ്ങക്ക് ചോരയുടെ ബന്ധ. ആ കുടുംബത്തിനൊരു മാരക്ക ഉണ്ടാക്കാനേ ഞങ്ങൾ സമ്മതിക്കില്ല. ഈ തുരുത്തിനൊരു മാരക്ക ഉണ്ടാക്കാനും ഞാൻ സമ്മതിക്കില്ല. അച്ഛാ നിങ്ങൾ കാര്യം അറിയാ കൂടുതൽ വർത്താനം പറയല്ലേ. അതിരുങ്കൽ തറവാട്ടിലെ പെണ്ണിനെ മയിലാടൻ തുരുത്തി കൊണ്ടുവന്ന് ഇവന്റെ പെണ്ണായിട്ട് താമസിപ്പിക്കും. എന്താ അച്ഛന് സംശയമുണ്ടോ? അത് നടക്കും. അത് നടക്കണെങ്കിലേ ഈ കായൽ അങ്ങോട്ട് നികന്ന് കരഭൂമി ആകണം. എന്നിട്ട് അതിന്റെ നടുക്കേ ഉരുളാ പൊട്ടണം. അതുവരെ കാത്തു നിക്കോടാ നീ. നിങ്ങളാരുവേ കൂടുതൽ കാത്തു നിൽക്കൊന്നും വേണ്ട. നിങ്ങളുടെ അയലോക്കത്ത് തന്നെ ഞാനും എന്റെ പെണ്ണും ജീവിക്കും. അച്ചായനെ പെണ്ണുമ്പിള്ളെ വിളിച്ച് നേരെ കൊരട്ടിക്ക് പോകും. എടാ ചക്ക നീ ഒന്ന് പോടെ ചക്ക. ഞങ്ങൾ ഈ തുരുത്തിലുള്ളിടത്തോളം കാലേ അത് നടക്കില്ല. അതെ, അതിരങ്കിലെ നസ്രാണി പെണ്ണിനെ കലേശൻ നാരായണൻ മകൻ സച്ചിദാനന്ദൻ കലേശൻ മിന്നു കെട്ടി കൊണ്ടുവന്നിരിക്കും. സ്വീകരിക്കാനേ തയ്യാറായിരുന്നോ കരക്കാരെല്ലാരൂടെ? പോട്ടെ പാടാ. നടന്നത് തന്നെ. ചക്ക റേഷൻ മേടിക്കണെങ്കിലേ എന്റെ വർഷാപ്പിലേക്ക് തന്നെ നീ വരണോട്ടാ. ആ വർഷാപ്പിൽ വന്ന് പണിയെടുത്ത എന്തെങ്കിലും അരി മേടിക്കാൻ കാശ് കിട്ടിയല്ലേടാ നിനക്ക്? ഇയാളുടെ ആരടോ പണിക്ക് വരുന്നത്? ഞാനിവിടെ പോയാലോ ഇയാളെ തെണ്ടും. ഇത്ര വലിയ വാച അടിക്കാൻ എന്റെ കാശ് കിട്ടി തന്നിട്ട് പോടാ. തരാൻ നോക്കിയിരുന്നു. സച്ചി നീ ആ മണിച്ചു കൊച്ചിനെ കെട്ടുന്നും പറഞ്ഞ് കൊണ്ടുവന്നിട്ട് അവളെ പറ്റിച്ച് അതിനേൽക്കാരെ വെല്ലുവിളിച്ച് തടക്കണ്ട നീ. കണ്ട അവൻ ആകാരം കണ്ട. ചെക്കന്റെ ഒരു ദുരാഗ്രഹേ അല്ലേ?